ബീച്ചിൽ പോകുമായിരുന്നു. അവരും വരാറുണ്ട്, ആ 2 പിള്ളേർ അവരും വരാറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചിലൊക്കെ പോവും. അവരിടയ്ക്ക് ഞങ്ങളെ കാണാനൊക്കെ വരുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇയാളുടെ ഭാഗത്തു നിന്നൊരു മോശം ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതല്ല, വെറുതെ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുക, കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അന്ന് രാത്രി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ ഒരു പയ്യൻ ഇങ്ങനെ 2 പേരുണ്ടായിരുന്നു, അവരിങ്ങനെ കാണാൻ വന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. ഒരു രാത്രി അന്ന് എനിക്ക് ലേറ്റായിട്ടാണ് ജോലി കഴിഞ്ഞ്. ഞങ്ങളൊരു 12:30 ആ സമയത്തൊക്കെ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുക. അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ കണ്ടു. സെക്യൂരിറ്റി കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ സംസാരിക്കാൻ വന്നതാന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പോയി. ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളവിടെ ഹാളിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. ഞങ്ങളിടയ്ക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഒരു ദിവസം ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ 2 ആൺപിള്ളേർ വരുന്നുണ്ട്, അവർ 3 പേരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇയാളത് എൻ്റെ അടുത്ത് ചോദിച്ചു, അതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെൻ്റെ ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, പിന്നെ അതെങ്ങനെയാണ് ആ വീട്ടിലേക്ക് നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടുവരാൻ അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സാലറിയിൽ നിന്നാണ് നിങ്ങൾ ആ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അതിൽ ഇടപെടേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ വലിയ പതിവ്രതയായിരുന്നല്ലോ, നീ എന്നിട്ട് കണ്ടവന്മാർക്കൊക്കെ കൂടെയൊക്കെ. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ അടുത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിക്കും. അത് അയാളുടെ കയ്യിൽ CCTV റെക്കോർഡുണ്ട്, രാത്രി അവർ വന്നതൊക്കെ. ആ സമയത്ത് ഒരു 1:30-2 മണിക്കൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് അതിൽ. അപ്പോൾ ആ റെക്കോർഡ് വെച്ചിട്ട് ഇയാൾ എന്നെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി, ഇതിങ്ങനെ എല്ലാവരെയും കാണിക്കുന്നു. ഞാൻ പറഞ്ഞു കാണിച്ചു, എനിക്ക് കുഴപ്പമില്ല, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, ഇനി അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടോ, എനിക്ക് അത്രയും സന്തോഷമായി ഇവിടെ നിന്ന് പോകാനെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഞാൻ ഓൾറെഡി ആ കാര്യം പറഞ്ഞു. അമ്മ ആളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ആ ഒരു സംഭവം പറഞ്ഞിട്ട് എന്തിനാ മോശം രീതിയിൽ സംസാരിക്കുന്ന അവളുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, അവൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേറെ മോശമായിട്ടൊരു ഇതും ഉണ്ടായിട്ടല്ല. അതിപ്പോൾ എൻ്റെ മോളാണെന്നുണ്ടെങ്കിലും അവൾ ഏതോ ഒരുത്തൻ്റെ കൂടെയാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കാനെന്ന് പറഞ്ഞ് നടക്കുന്നത്, അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഇഷ്യൂ അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയും, നീ നമ്മൾ ചോദിച്ചാൽ മാത്രം ഒന്നും ചെയ്യില്ല, തരില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മോശമായിട്ട് ഞാൻ പറഞ്ഞു, സാർ എന്തിനിങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനെ വെച്ച് ആ ഒരു പ്രശ്നമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിർത്തിയിട്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട്.